Hello students, do you hear about the one of the biggest science challenges that are conducted by our Brilliant? I'm talking about BSO, that is Brilliant Science Olympiad conducted by Brilliant itself. Actually, അതിൻ്റെ ഒരു BSOയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് സിലബസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. ആൻഡ് വൈ വി ആർ കണ്ടക്ടിങ് ദിസ് ഒളിമ്പിയാഡ്സ് ബിക്കോസ് നിങ്ങൾക്കൊരു ബേസ് ഒരു ഫൗണ്ടേഷൻസ് എന്ന നിലയിലാണ് നമ്മളെപ്പോഴും ഈ ഒളിമ്പിയാഡ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ യു ക്യാൻ ഡിറ്റർമൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റും, ഹൗ മച്ച് യു സ്റ്റഡീഡ് അബൌട്ട്. അതുപോലെ ലെവൽ മനസ്സിലാക്കാനും ഇനി വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് JEE NEET പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൻസിന് ഒരു എക്സ്പീരിയൻസ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ആണെങ്കിലും ബ്രില്യൻ്റ് ആണെങ്കിലും ഒളിമ്പിയാഡ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒളിമ്പിയാഡ് അല്ലെങ്കിൽ ഒരു എക്സാംസ് നമ്മൾ എഴുതാൻ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് വി ഹാവ് ടു അനാലിസിസ് ഇറ്റ്സ് സിലബസ്. സിലബസ് അനാലിസിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിയർ. ഓക്കെ, സിലബസ് നന്നായിട്ട് അനാലിസിസ് ചെയ്യണം. ഐ ആം ഹിയർ ടു അനാലിസിസ് ദ കെമിസ്ട്രി സിലബസ് ഓഫ് ദിസ് BSO. BSOൻ്റെ കെമിസ്ട്രി സിലബസ് അനാലിസിസ് ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? BSO കെമിസ്ട്രി സിലബസ് ഓഫ് ക്ലാസ് 10. ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക് കവർ ചെയ്യേണ്ടതെന്ന് നോക്കാം. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, ഇവിടെ ഇക്വേഷൻസ് ഒക്കെ വരും കേട്ടോ. Chemical reactions and equations, acid, base and salt, metals and non-metals, carbon and its compounds, nomenclature of organic compounds and isomerism, then chemical reactions of organic compounds. ഇങ്ങനെ ഒരു 8 ടോപ്പിക്സ് ആണ് നമുക്ക് BSOയിൽ കവർ ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. First one is periodic table and electronic configurations. Periodic table and electronic configurations. അവിടെ ഫസ്റ്റ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കും. മെയിൻലി 3 ക്വാണ്ടം നമ്പേഴ്സാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസീമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. Then we are dealing with the filling of electrons in subshells. That means we are വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ our electronic configuration itself. Electronic configurations പഠിക്കും. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് how we determine periods, groups and blocks. How we determine these periods, groups and blocks. Then periodic trends. Periodic trends means you have to deals with the ionization enthalpy, electronegativity, atomic radius and all these things. Then characteristics of S, P, D and F block elements. You have to deal with this S, P, D and F block elements. These are the topics that comes under the periodic table and electronic configuration. Okay, then move on to the second chapter, gas laws and mole concept. Gas laws and mole concepts. Here you have to deal with general properties of gases. Gases in the general properties. Gas laws, that is one of the important one. Boyle's law, Charles law, Avogadro's law, ideal gas law. You have to study all these laws and its equations. Then last one is what? Mole concept. Mole concept you have to deal with. So general properties of gases, gas laws, ഏതൊക്കെയാ? ബോയ്സ് ലോസ്, ചാൾസ് ലോസ്, അവഗാഡ്രോ ലോ, ഐഡിയൽ ഗ്യാസ്. ഈ ആദ്യത്തെ 3 ലോയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ലോ, PV = nRT എന്ന് പറഞ്ഞ ലോസ് ഒക്കെ വരുന്നത്. അത് ഡീൽ ചെയ്തോളണം. ലാസ്റ്റ് മോൾ കൺസെപ്റ്റ്സും പഠിക്കണം. മോൾ കൺസെപ്റ്റ്സിൽ നിന്ന് ന്യൂമറിക്കൽസും ചോദിക്കാം. നെക്സ്റ്റ് ഈസ് തേർഡ് വൺ, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, ഇവിടെ റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്ട്സ് പഠിച്ചിട്ടുണ്ടാവണം. ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവണം. കോമ്പിനേഷൻ ടൈപ്സ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് അല്ല കേട്ടോ, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാ? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, റിഡോക്സ് റിയാക്ഷൻസ്, ഇതെല്ലാം ഡീൽ ചെയ്തോളാം. ദെൻ കൊറോഷൻസ് ആൻഡ് ട്രാൻസിഡിറ്റി, അതും ഡീൽ ചെയ്തോണം. ഓക്കെ, ഈ കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, റിഡോക്സിൻ്റെയൊക്കെ എന്താ എക്സാമ്പിൾസ്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾസ് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വാട്ട് വാസ് ദി ഡെഫിനിഷൻ മാത്രം പഠിച്ചു പോകരുത്, എക്സാമ്പിൾസ് പഠിച്ചോളണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസിൽ യു ഹാവ് ടു സ്റ്റഡി ദ റിയാക്ടിവിറ്റി അല്ലേ? റിയാക്ടിവിറ്റിയില്ലേ, മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് ഹയർ റിയാക്റ്റീവ് ആയിട്ടുള്ളവർ, ലോവർ റിയാക്റ്റീവ് ആയിട്ടുള്ളവരെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്.
ആ കൺസെപ്റ്റ്സ് ഇവിടെ പഠിച്ചിട്ടുണ്ടാവണം എന്ത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസിൽ. ഓക്കെ ആണല്ലോ? സോ ഓൾ ദീസ് ആർ ദ കാറ്റഗറീസ് കംസ് അണ്ടർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അടുത്തത് ആസിഡ്സ്, ബേസ് ആൻഡ് സാൾട്ട്സ്. ആസിഡ്, ബേസ് ആൻഡ് സാൾട്ട്സിൽ ഇൻഡിക്കേറ്റർ മുതൽ പ്രോപ്പർട്ടീസ് മൊത്തം പഠിച്ചിട്ടുണ്ടാവണം. ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കണം, പിന്നെ ആസിഡ്, ബേസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് എന്തൊക്കെയാണ് അവരുടെ പ്രോപ്പർട്ടീസ്, അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്. പിന്നെ സാൾട്ടിന്റെ പ്രോപ്പർട്ടി ഏതാണ്? സാൾട്ടിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവണം. പ്രോപ്പർട്ടീസ് ഓഫ് ദി സാൾട്ട്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് കിടക്കുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്, അതിന്റെ റിയാക്ടിവിറ്റി, അതിന്റെ ബൈ പ്രോഡക്റ്റ് ഏതാണ്, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്, കാർബണേറ്റും ബൈകാർബണേറ്റിലും ആയിട്ട് നമ്മുടെ ആസിഡും ബേസും കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് നോട്ട് കമ്പൈൻ, റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും അത് പഠിച്ചിട്ടുണ്ടാവണം. പി എച്ച് സ്കെയിൽ പഠിക്കണം. പി എച്ച് സ്കെയിൽ അനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സീരീസ് ഓഫ് ആപ്ലിക്കേഷൻസ് തന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം അവർ പി എച്ച് സ്കെയിൽ ഓഫ് ദി പി എച്ച് സ്കെയിൽ ഓഫ് അവർ സോയിലിൻ്റെ പി എച്ച് സ്കെയിൽ അനുസരിച്ച് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം. അതുപോലെ തന്നെ അസിഡിറ്റി കൂടുമ്പം ഹൗ വി ഡു, വാട്ട് വി ഡു നമുക്കൊരു ഡൈജഷന് സഹായിക്കുന്ന ഒരു ആസിഡ് ഉണ്ടല്ലേ, അവർ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ എമൗണ്ട് കൂടുമ്പോഴാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്. അസിഡിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ലെവൽ ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം. ഓക്കെ ആണല്ലോ? റിലേറ്റഡ് ടു ദിസ് ആസിഡ്, ബേസ് ആൻഡ് സാൾട്ട്സ്. നെക്സ്റ്റ് ഇസ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിന് ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മാലബിലിറ്റി, ഡക്റ്റിലിറ്റി, കണ്ടക്ടിവിറ്റി, അതൊക്കെ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും ആദ്യം വരുന്നത് എന്നാണെന്നറിയാമോ? നമ്മുടെ റിയാക്ടിവിറ്റി. ഓക്കെ, റിയാക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിയാക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻസ് വിത്ത് വാട്ടർ, ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കാരണം പല മെറ്റൽസും വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നത് പല രീതിയിലാണ്. ചിലർ കോൾഡ് വാട്ടറായിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യും, ചിലർ കോൾഡ് വാട്ടറായിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യും, ചിലർ വാട്ടർ വേപ്പേഴ്സ് അതായത് സ്റ്റീമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. സോ അങ്ങനെയുള്ള റിയാക്ഷൻസ് വിത്ത് വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എക്സ്ട്രാക്ടിങ് ഓഫ് മെറ്റൽസ് ഫ്രം ദ ഓർ, ഈ മെറ്റൽസ് ഓറിൽ നിന്ന് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ കൺസെപ്റ്റ്സ് ഒക്കെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഈസ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. കാർബണും അതിൻ്റെ കോമ്പൗണ്ട്സും ആണ്. ഫസ്റ്റ് വൺ ഈസ് കാർബണിൻ്റെ വേഴ്സറ്റാലിറ്റീസിൻ്റെ 3 റീസൺസും ഉള്ളത്. വൺ ഈസ് ടെട്രാവാലൻസി, പിന്നെ കാറ്റനേഷൻ. ടെട്രാവാലൻസി എന്ന് പറഞ്ഞാൽ വാലൻസി 4 ആ കാർബണിൻ്റെ. കാറ്റനേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിംഗ് കോമ്പൗണ്ട്സ്, ചെയിൻ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്സ് ഒക്കെ ആർക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്? നമ്മുടെ കാർബൺ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് ഈസ് അലോട്രോപ്സ് ഫോം ചെയ്യാം. അലോട്രോപ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ്, സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. അലോട്രോപ്സ് ഏതൊക്കെയാണ്? വൺ ഈസ് ഡയമണ്ട്. ഓക്കെ, വൺ ഈസ് ഡയമണ്ട്. പിന്നെ ഏതാ? ഗ്രാഫൈറ്റ്, ഫുള്ളറീൻസ്. ഇത് 3 പഠിക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറീസ്, ഓൾ ദീസ് ആർ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ആണ്. കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ആണ് ഇതെല്ലാം. അവരുടെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഷേപ്പും പ്രോപ്പർട്ടീസും ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. ദെൻ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കീൻസ് ഒക്കെ ഇല്ലേ, ഓൾ ദീസ് കൺസെപ്റ്റ്സ്. ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്? COH അല്ലേ, OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ് അല്ലെ, കാർബണൈൽ ഗ്രൂപ്പിൽ വരുന്ന കീറ്റോ, ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഓൾ ദീസ് ആർ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പഠിച്ചിട്ടുണ്ടാവണം. ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദെൻ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്. ലാസ്റ്റ് ഒരു പോയിന്റ് കാറ്റഗറൈസേഷൻ വരുന്നതാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് അറിയാമോ? കെമിക്കൽ റിയാക്ഷൻസ് ആണ് കേട്ടോ അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്. സോപ്പോണിഫിക്കേഷൻസും ആ ക്ലെൻസിങ് റിയാക്ഷൻസും ഒക്കെ നമുക്ക് ക്ലെൻസിങ് മെക്കാനിസവും നമുക്ക് പഠിക്കാനുണ്ട്. അത് രണ്ടും സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് കാറ്റഗറിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സോ ദീസ് ആർ ദി സബ് ടോപ്പിക്സ് ഓഫ് വാട്ട്? കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്.
Next is what? Nomenclature of organic compounds and isomerism. Very important. Nomenclature isomerism. One question is a must. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ് ഇവിടെ നിന്ന്. നോമെൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോകാർബൺസിൻ്റെ നോമെൻക്ലേച്ചർ എന്താണ്, IUPAC നോമെൻക്ലേച്ചറും ട്രൈബൽ നെയിംസും ഉണ്ട്. ഹൈഡ്രോകാർബൺസും ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ നോമെൻക്ലേച്ചർ പഠിച്ചിട്ടുണ്ടാവണം. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഹൈഡ്രോക്സി, പിന്നെ എന്താണ് കാർബണൈഡിൽ വരുന്ന കീറ്റോൺസും ആൽഡിഹൈഡ്സും കാർബോക്സിലിക് ആസിഡ്സും. ഓക്കെ. ഐസോമെറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെയിം മോളിക്കുലർ ഫോമുലയും ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോമുലയും വരുന്നവരെയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസം ഉണ്ട്. ചെയിനിൽ തന്നെ വരുന്ന ബ്രാഞ്ചഡും ഒക്കെ വരുന്ന ഉണ്ടാകുന്ന ഐസോമെറിസം, പൊസിഷനിൽ വരുന്ന ഐസോമെറിസം, 1 പ്രൊപ്പനോൾ ആൻഡ് 2 പ്രൊപ്പനോൾ ഒക്കെ ഇല്ലേ, പൊസിഷൻ ഐസോമെറിസം, functional isomerism, metamerism, all these are the categories, subcategories of this isomerism. You have to deal with all these things. Okay, ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. Metamerism, one of the important one is metamerism. Metamerism പഠിച്ചിട്ടുണ്ടാവണം. Next is chemical reactions of organic compounds in chemical reactions, substitution reactions, addition reactions, polymerization. Polymerization രണ്ടായിട്ട് വീണ്ടും തിരിക്കാം, additions and condensations, പിന്നെ എന്താ thermal crackings, combustion of hydrocarbons. ഇതെല്ലാം എന്ത് ചെയ്യണം, all these are comes under the reaction category, അതായത് കെമിക്കൽ റിയാക്ഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അഡീഷൻസ് ഒക്കെ ചോദിക്കാം. അഡീഷൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ ഒക്കെ ആഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഇല്ലേ, ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കംസ് അണ്ടർ ദിസ് അഡീഷൻസ്. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിക്കാനുണ്ട് നമുക്ക്. എത്തനോണിക് ആസിഡ്, എത്തനോൾ, ഓൾ ദീസ് ഈ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സിനെ കുറിച്ചും അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. സോ ദീസ് ആർ ദ കാറ്റഗറീസ് കംസ് അണ്ടർ ദി ഓർഗാനിക്കിൻ്റെ ഒരു 3 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. 3 ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവണം. 1 ക്വസ്റ്റ്യൻ ഇസ് മസ്റ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഓർഗാനിക്കിൽ നിന്നുണ്ടാകും. ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ടാകും. അതിൽ ഒരെണ്ണം എന്തായാലും നോമെൻക്ലേച്ചർ ആയിരിക്കും. ആൻഡ് ദ അതർ വൺ ഈസ് ഐസോമെറിസം. ഓക്കെ ആണല്ലോ. നൗ ഒന്നുകൂടെ നമുക്ക് ടോപ്പിക്സ് നോക്കാം, അതിനുശേഷം കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഏതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്സ് നോക്കിക്കേ. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, gas laws and mole concept, chemical reactions and equations, acid, base and salt, metals and non-metals, carbon and its compounds, nomenclature of organic compound and isomerism, very important, chemical reactions of organic compounds. ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് 100 out of 100 മേടിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റും സാമ്പിൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ അറ്റൻഡ് ചെയ്തോളണം. ഓക്കെ ആണല്ലോ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇടും, അതൊക്കെ ചെയ്ത് നോക്കിക്കോളണം. നമുക്ക് 2-3 സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. വാട്ട് ഈസ് ദ IUPAC? ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി IUPAC നെയിം ഓഫ് CH3CH2OH? OH വരുമ്പോഴത്തേക്കും അത് ആരാ, നമ്മുടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായിക്കോളാം. ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് വാട്ട്? ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഹൈഡ്രോക്സി അല്ലേ? ഹൈഡ്രോക്സി ഗ്രൂപ്പ്. ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് വരേണ്ടത്? ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുമ്പം അവിടെ ഓയിൽ വരണം. ഓക്കെ, ലാസ്റ്റ് ഓയിൽ വരണം. ദാറ്റ് ഈസ് മീഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ, മെഥനോൾ ആൻഡ് എഥനോൾ. നോക്കൂ, 2 കാർബൺ ആറ്റം ഉള്ളത്. സോ ഇറ്റ്സ് വേർഡ് റൂട്ട് ഇസ് എഥനോൾ. എഥനോൾ വാസ് ദി IUPAC നെയിം. ഈഥൈൽ ആൽക്കഹോളും ശരിയാണ്, പക്ഷെ അതൊരിക്കലും IUPAC നെയിം അല്ല, അത് ട്രൈബൽ നെയിമാണ്. സോ ആൻസർ ഈസ് വാട്ട്? ദിസ് വാസ് ദ കറക്റ്റ് വൺ. ഓക്കെ, എഥനോൾ വാസ് ദി കറക്റ്റ് വൺ. ഇനി സെക്കൻഡ്, which of the following is an example of position isomer? പൊസിഷൻ ഐസോമറിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്യൂട്ടേൻ ആൻഡ് ഐസോബ്യൂട്ടേൻ, എത്തനോൾ. പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്പറിങ്ങിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, അവിടെ ബ്രാഞ്ചിങ് കൺസെപ്റ്റ് ഒന്നും വരത്തില്ല. ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ വരുന്ന ഡിഫറൻസ്, ദാറ്റ്സ് ഓൺലി. ഓക്കെ, ബ്യൂട്ടേൻ ആൻഡ് ഐസോബ്യൂട്ടേൻ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ ഐസോമറിസത്തിൽ വരുള്ളൂ. നോർമൽ ബ്യൂട്ടേൻ ആൻഡ് ഐസോബ്യൂട്ടേൻ. എത്തനോൾ ആൻഡ് ഡൈഈഥൈൽ മീഥോൾ. എത്തനോളും ഡൈഈഥൈൽ ഈഥറുവാ. ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇറ്റ്സ് കൺസ് അണ്ടർ ഫങ്ഷണൽ ഐസോമർ. ദെൻ പ്രൊപ്പനോൾ ആൻഡ് പ്രൊപ്പീൻ, ഇതും എന്തിലേ വരുള്ളൂ? ഇതും ആക്ച്വലി ഇത് ഐസോമറും തന്നെയല്ല കേട്ടോ. ഒരെണ്ണം OH വരുന്നത്, ഇത് ഡബിൾ ബോണ്ട് വരുന്നതല്ലേ. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസോമറേ അല്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1 ബ്യൂട്ടനോൾ ആൻഡ് 2 ബ്യൂട്ടനോൾ. എപ്പോഴും പൊസിഷൻ മാറിയത് കണ്ടോ?
നെയിംസ് എല്ലാം പൊസിഷനിൽ മാത്രമേ ആ പൊസിഷനിൽ മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ സെയിമാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്താ ഐസോമർ ആയിരിക്കും? പൊസിഷൻ ഐസോമർ കാറ്റഗറിയിൽ വരും. ഓക്കെ ആണല്ലോ. Move on to the third question. Non-metals generally form dash oxide. Non-metals എന്ത് ഓക്സൈഡ്സ് ആ ഫോം ചെയ്യുന്നത്? മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്, നോൺ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്. നോൺ മെറ്റൽ ഓക്സൈഡ്സ് വെദർ ഇറ്റ് ഇസ് ബേസിക് ഓക്സൈഡ്സ്, ന്യൂട്രൽ ഓക്സൈഡ്, അസിഡിക് ഓക്സൈഡ്സ് ഓർ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി നോൺ മെറ്റൽസ് ഫോം ചെയ്യണത് എന്ത് ഓക്സൈഡ്സാണ്? അസിഡിക് ഓക്സൈഡ്സ്. ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഉണ്ട് കേട്ടോ. ആംഫോട്ടറിക് ഓക്സൈഡ്സ് ZnO ഒക്കെ പഠിച്ചു വെച്ചോളണം. അതുപോലെ തന്നെ Al2O3 ഇത് രണ്ടും എന്ത് കാറ്റഗറീസിൽ വരുന്നതാ? ആംഫോട്ടറിക് ഓക്സൈഡ്സിൽ വരുന്നത്. അത് രണ്ടും പഠിച്ചു വെച്ചോളണം കേട്ടോ. മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും, നോൺ മെറ്റൽ ഓക്സൈഡ്സ് അസിഡിക് ഓക്സൈഡ്സ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി വാസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഒരു ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ദി ഗിവൺ കെമിക്കൽ റിയാക്ഷൻസ്? തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ ഏതാണ് ട്രൂ ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ZnO പ്ലസ് CO കാർബൺ ടു ഫോം സിങ്ക്, അതായത് സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ടു ഫോം സിങ്ക് ആൻഡ് കാർബൺ മോണോക്സൈഡ്. Fe3O3 പ്ലസ് 3C ടു ഫോം വാട്ട്? 6Fe പ്ലസ് 3CO2 ആണ് ഇത്. ആക്ച്വലി ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ദിസ് Fe3O3. ഓക്കെ, Fe3O3 പ്ലസ് 3 കാർബൺ ടു ഫോം Fe, 6Fe പ്ലസ് 3CO2 എന്ന് പറഞ്ഞിരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? കാർബൺ ഈസ് റെഡ്യൂസ്ഡ്, കാർബൺ റിഡ്യൂസ് ചെയ്തു. കാർബൺ ഈസ് ഓക്സിഡൈസ്ഡ്. മെറ്റൽ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു മെറ്റൽ. മെറ്റൽ ഓക്സൈഡ് ഈസ് ഓക്സിഡൈസ്ഡ്. എന്താ ഇവിടെ നടന്നത്? കാർബൺ നോക്കിക്കേ, കാർബണിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടു. രണ്ടിലും കാർബണിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടു. അഡീഷൻ ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് ആസ് ഓക്സിഡേഷൻ. ഓക്സിജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. സോ ഇവിടെ എന്താ? കാർബൺ എന്താ ചെയ്തത്? കാർബൺ ഓക്സിഡൈസ് ചെയ്യപ്പെടുക ചെയ്തത്. ഓക്കെ ആണല്ലോ. കാർബൺ അവിടെ എന്ത് ചെയ്തു? ഓക്സിഡൈസ് ചെയ്തു. ഓപ്ഷൻ ബി വാസ് ദി കറക്റ്റ് വൺ. ഓക്കെ ആണല്ലോ. ദീസ് ആർ ദ സം ഓഫ് ദി സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇത്രയും സാമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്തോളണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തോളണം. സിലബസ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഗുഡ് മാർക്സ്. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.